നമ്മളോട് രാവിലെ 6 മണിക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണ്. പക്ഷെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം സമയം 6:30 6:30 ആരും വന്നിട്ടില്ല. ഇവിടെ വെറുതെ ഒരു ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഞങ്ങളിങ്ങനെ, ബ്രിഡ്ജിൻ്റെ മണ്ടയിലല്ല, ബ്രിഡ്ജിൻ്റെ താഴയിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര ഷോയാ. അമ്മ എങ്ങോട്ടൊക്കെ? ബസ് വന്നു ഗൈസ്. സൺകിസ്സൊക്കെ മാറി കുറച്ച് കഴിയുമ്പോൾ സൺബേൺ ആണ്. ഇനി നമുക്ക് വാഗമണ്ണി ചെന്നിട്ട് കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഏതൊക്കെയോ സിനിമയിൽ ഈ വാട്ടർഫോൾ കണ്ട പോലൊരു തോന്നൽ. പോകുന്ന വഴി ഫുള്ള് പൈനാപ്പിൾ തോട്ടങ്ങളായിരുന്നു. നമുക്ക് എന്തായാലും വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ നമ്മളും മേടിച്ചു. ആക്ച്വലി ഇറ്റ് വാസ് ടു ഗുഡ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന്. ആൻഡ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി. ഇതാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. കാശില്ലാത്ത കൊണ്ട് നമ്മൾ ഒരു അഡ്വഞ്ചറിനും പോയില്ല. കുറച്ച് പ്രകൃതി ഭംഗി കാണാൻ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. മുട്ടുവേദനയെല്ലാം മറന്ന് ഫുൾ പവറിൽ കയറിപ്പോകുന്ന എൻ്റെ അമ്മയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ പാരച്യൂട്ടിൽ പോകുന്ന പരിപാടിയാണ്. ബട്ട് 2500 രൂപ വേണം ഇതിലൊന്ന് പോകാൻ. അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ പോകുന്ന കണ്ടങ്ങനെ നിന്നു. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായിട്ട് വേണം ഇതിലൊക്കെ ഒന്ന് കയറാൻ. നമ്മളിവിടെ നിന്ന് ഈ ഐസ്ക്രീം വാങ്ങി. എൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റും അകത്ത് ബ്ലൂബെറി അങ്ങനെ എന്താ വരുന്നത്. കുഴപ്പമില്ല, കൊള്ളാം.
ഇവിടെ തന്നെ ഉള്ള ഒരു കുഞ്ഞു കടയാണിത്. ഇവിടെ കൂടുതലും വിൽക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. കട കുഞ്ഞാണെങ്കിലും ഇവിടെ വിൽക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില ഭയങ്കര വലുതാണ്. ഈ ചിരട്ടയ്ക്ക് ഇവരിട്ടേക്കുന്ന വില 450 രൂപയാണ്. നടന്ന ഒരു കോലമായി എങ്കിലും കുഴപ്പമില്ല. ഈ ഒരു വ്യൂവിന് വേണ്ടി ഇത്രയും നടക്കുന്നതിന് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എന്തോരം ആൾക്കാരല്ലേ.